ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ക്രോഷ്യ ബേസിക് സ്റ്റിച്ചസിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് യാൺസൊക്കെ പരിചയപ്പെടാം. ഞാനിവിടെ ഗംഗ ആക്രോവോൾസിൻ്റെ ഒലിവിയ ബ്രാൻഡിൻ്റെ ആക്രിലിക് യാണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ യാൺസിൻ്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 100% ആക്രിലിക് യാണാണ്. അതുപോലെ തന്നെ 100 ഗ്രാമാണ് കേട്ടോ ഈ ഒരു യാണിൻ്റെ ബണ്ടിൽ വരുന്നത്. ഇതിൻ്റെ റേറ്റ് 110 രൂപയാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് അതിൽ നിന്നൊക്കെ നമുക്ക് 98-95 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹുക്ക് സൈസൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 5 mm വരെയൊക്കെ നമുക്കിതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഹുക്കുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് 5.5 mm ഹുക്കാണ് കേട്ടോ. അത്യാവശ്യം കുറച്ചൊക്കെ തിക്നെസ്സുള്ള യാൺസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു 4.0 mm അതുപോലെ തന്നെ 3.0 mm ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു 2 പോയിൻറ്റിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിൽ എടുത്തിട്ടില്ല. അടുത്തതായിട്ട് നമുക്ക് ഹുക്ക് ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. പലരും പല ടൈപ്പിൽ കംഫർട്ടബിളായ രീതിക്കാണ് ഹുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനതിൽ കാണിച്ച ആ ഒരു പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒന്ന് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ പിടിക്കുന്നത് എൻ്റെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിക്കാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവുമല്ലോ. ഇനി നമുക്ക് യാണ് എങ്ങനെ കയ്യിൽ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം ഇതുപോലെ എനിക്ക് കറക്റ്റ് പറഞ്ഞു തരുമ്പോൾ കൺഫ്യൂഷൻ ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലാണ് യാണിന് ഇതുപോലെ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുന്നത്. ഇനി നമുക്ക് മാജിക് റിങ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. മാജിക് റിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് റൗണ്ട് മാറ്റ് ചെയ്യുമ്പോഴും അമ്മിക്കുരുമി വർക്ക്സ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ മാജിക് റിങ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ ഇതുപോലെ യാണിനെ ഒന്ന് ചുറ്റി ഒരു എക്സ് ഷേപ്പിൽ നമ്മളിതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മളിത് ആദ്യം ചുറ്റിയ യാണിതാ അതിൻ്റെ അടിയിലൂടെ ഹുക്കിനെ കടത്തി രണ്ടാമത്തെ യാണിനെ ഇതുപോലെ വലിച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുത്താൽ നമ്മളെ മാജിക് റിങ് അവിടെ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെയാണ് മാജിക് റിങ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് ഈ മാജിക് റിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ ഒരു ചെറിയ യാണിത് അതിനെ പിടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് ആ റിങ്ങിൻ്റെ സൈസ് കുറക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് സ്ലിപ്പ് നോട്ട് ചെയ്യാം. നമ്മൾ ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും ഈ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണ് ചെയ്യാറ് കേട്ടോ. ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ വീഡിയോ സ്ലിപ്പ് നോട്ടിൻ്റെ ഇപ്പോൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇതുപോലെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ ഇതുപോലെ നമ്മളൊന്ന് യാണിനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ആദ്യത്തെ യാണിൻ്റെ അടിയിലൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് മറ്റേ യാണിനെ വലിച്ച് ഇതുപോലെ എടുക്കുക. സ്ലിപ്പ് നോട്ട് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ ഇതുപോലെ വലിച്ചു കൊടുത്താൽ നമുക്കൊന്ന് ടൈറ്റായിട്ട് കിട്ടും. നല്ല ഓവറായിട്ട് ടൈറ്റ് ആക്കരുത്. നമ്മൾ ഹുക്ക് അതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിക്ക് വേണം നമ്മൾ ടൈറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ ഹുക്കിനെ യാൺ ഓവർ ചെയ്തെടുക്കുക. ഹുക്കിന് മുകളിലൂടെ യാണിനെ ഇതുപോലെ ചുറ്റി താഴോട്ട് ആ ഒരു സ്ലിപ്പ് നോട്ടിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളിതിന് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതുപോലെ വി ഷേപ്പിലായിരിക്കും അതിൻ്റെ സ്റ്റിച്ച് ഉണ്ടാവുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. ആ ഒരു ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലിയ ഹുക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റിച്ച് നല്ല ലൂസായിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഹുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ആക്രിലിക് യാണിൽ യൂസ് ചെയ്യൽ 4.0 mm ഹുക്കാണ് കേട്ടോ. എനിക്കിതാണ് കുറച്ചൊരു കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെയിൻ ചെയ്യാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹുക്കിന് യാൺ ഓവർ ചെയ്യുക, ലൂപ്പിൽ കൂടെ താഴോട്ട് വലിച്ചെടുക്കുക. ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈസിയാണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ നിങ്ങൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് നിങ്ങൾക്ക് കഴിയുന്നത്ര ചെയിൻ സ്റ്റിച്ച് ഇട്ട് പഠിക്കുക. ഇതിൻ്റെ ബേസിക് സ്റ്റിച്ചസ് പഠിച്ചാൽ തന്നെ നമുക്ക് ക്രോഷ്യയിൽ ഓരോ വർക്ക്സും ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഫസ്റ്റ് ആ ഒരു വലിയ ഹുക്ക് വെച്ച് ചെയ്തുകൊണ്ടാണ് കേട്ടോ അവിടെ ഒരു പെർഫെക്ഷൻ ഇല്ലാത്തത്. അപ്പോൾ നമ്മളിവിടെ ഒരു 10 ചെയിനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇത് ഈ ചെയിനിൻ്റെ ഹുക്ക് നിൽക്കുന്ന സ്റ്റിച്ച് അല്ലാത്ത രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ വർക്ക് ചെയ്യണം. നമ്മൾ ഹുക്കിനെ ആ ഒരു ചെയിനിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ലൂസിൽ ചെയ്യാം കേട്ടോ.
എന്നിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ആ ഒരു ചെയിനിൻ്റെ ഉള്ളിലൂടെ നമ്മൾ യാണിന് ഇതുപോലെ എടുക്കുക പുറത്തേക്ക്. അപ്പോൾ നമുക്കിവിടെ 2 ലൂപ്പ് കിട്ടും. ഹുക്കിൻ്റെ മുകളിലുള്ള യാണില്ലേ, അതിനാണ് ലൂപ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ആ ഒരു 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഒന്നും കൂടെ കാണിക്കുക. ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹുക്കിന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. യാൺ ഓവർ ചെയ്തിട്ട് ആ ഒരു ലൂപ്പിൽ കൂടെ തന്നെ എടുക്കുക. 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിൽ കൂടെ എടുക്കുക. ഇതുപോലെയാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ബാക്കിയുള്ള ചെയിനിലേക്കൊക്കെ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ മുഴുവനായിട്ട് ചെയ്തിട്ട് നമുക്കിത് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ റെഡി ആവണമെന്നൊന്നുമില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫിനിഷിങ് ഉണ്ടാവും. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. എക്സ്ട്രാ ഒരു ചെയിനും കൂടെ ചെയ്ത് കൊടുക്കുക. അതായത് 10 ചെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചെയിനും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. 11 ചെയിൻ. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലൂടെ ഇതുപോലെ യാൺ ഓവർ ചെയ്തെടുക്കുന്നതിനാണ് യാൺ ഓവർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചെയിൻ 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് 3ാമത്തെ ചെയിനിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഹുക്കിനെ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്തെടുത്തു. ഇതുപോലെ 3 ലൂപ്പ് കിട്ടും അപ്പോൾ നമുക്ക്. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ആ ഒരു 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ 3 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഇങ്ങനെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചാണ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മൾ 3ാമത്തെ സ്റ്റിച്ചിലേക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡബിൾ ക്രോഷ്യ നമ്മൾ 4ാമത്തെ സ്റ്റിച്ചിലേക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 ചെയിൻ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹുക്കിനെ യാൺ ഓവർ ചെയ്തെടുക്കുക. എന്നിട്ട് 1 2 3 4ാമത്തെ സ്റ്റിച്ചിലേക്ക് നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. 4ാമത്തെ ചെയിനിലേക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നേരെ കൗണ്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് നമ്മൾ 4ാമത്തെ ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തെടുക്കുക. 3 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൽ കൂടെ എടുക്കുക. ഇതുപോലെയാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഒന്നും കൂടെ കാണിക്കുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്തെടുക്കുക. 3 ലൂപ്പ് കിട്ടും. ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ എടുക്കുക. എന്നിട്ട് 2ാമത്തെ ലൂപ്പിൽ കൂടെ വീണ്ടും യാൺ ഓവർ ചെയ്തെടുക്കുക. സിമ്പിളാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ചസൊക്കെ ചെയ്യാനായിട്ട്. മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്രോഷ്യ പാറ്റേൺസൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ബാക്കിയുള്ള ചെയിനിലൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുക. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റിച്ചസ് കാണാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ലാസ്റ്റ് നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. എക്സ്ട്രാ 4 ചെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹുക്കിനെ 2 തവണയാണ് യാൺ ഓവർ ചെയ്യുന്നത്. നമ്മൾ ഡബിൾ ക്രോഷ്യക്കും ഹാഫ് ഡബിൾ ക്രോഷ്യക്കും 1 തവണയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് 4 തവണ യാൺ ഓവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് 5ാമത്തെ സ്റ്റിച്ചിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ഇത് 4 ലൂപ്പ് നമുക്ക് ഹുക്കിൻ്റെ മുകളിലായിട്ട് ഉണ്ടാവും. ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ യാൺ ഓവർ ചെയ്തെടുക്കുക. വീണ്ടും 2ാമത്തെ ലൂപ്പിൽ കൂടെ യാൺ ഓവർ ചെയ്തെടുക്കുക. വീണ്ടും 3ാമത്തെ ലൂപ്പിൽ കൂടെ യാൺ ഓവർ ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ ക്രോഷ്യയും ട്രിപ്പിൾ ക്രോഷ്യയും ഹാഫ് ഡബിൾ ക്രോഷ്യയും നിങ്ങൾക്ക് മാറരുത് കേട്ടോ. നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും ഒന്നും കൂടെ കാണിക്കുക. 2 തവണ ഹുക്കിനെ ചുറ്റി കൊടുക്കുക. ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്തെടുക്കുക. 4 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ എടുക്കുക.
പിന്നെ രണ്ടാമത്തെ ലൂപ്പിൽ കൂടെ അണവർ ചെയ്തെടുക്കാം, മൂന്നാമത്തെ ലൂപ്പിൽ കൂടെ അണവർ ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ചെയിനിലേക്കൊക്കെ ഓരോ ട്രിപ്പിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ നല്ല ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൂസിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഹുക്കൊക്കെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ചെയ്യാൻ ടൈറ്റില്ലാതെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് പഠിക്കുക. ഇപ്പോൾ ഒരുപാട് പേര് ക്രോഷ്യ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ഫാൻസി ഷോപ്പിലൊക്കെ നമുക്ക് 15 രൂപയുടെയും 10 രൂപയുടെയൊക്കെ ആൺസ് അവൈലബിൾ ആണ്, ഹുക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ മതി നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് ഒക്കെ പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ വി ഷേപ്പിലാണ് കേട്ടോ അതിൻ്റെ സ്റ്റിച്ചസ് വരുന്നത്. പിന്നെ നമ്മൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, പിന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, പിന്നീട് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇത്രയും സ്റ്റിച്ചസ് ആണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.